മംഗലാപുരത്തുനിന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് 3 മഹാക്ഷേത്രങ്ങൾ കണ്ടുവന്നാലോ? ധർമ്മസ്ഥല, സൗദഡ്ക, കുക്കെ, ഇങ്ങനെ 3 അമ്പലങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്തത്. ഞങ്ങൾ ടാക്സി വിളിച്ചാണ് കേട്ടോ പോയത്. രാവിലെ 8:45 ഇറങ്ങി ഏകദേശം 10:45 ഞങ്ങൾ ധർമ്മസ്ഥല എത്തി. അവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ ക്യൂ സിസ്റ്റം ആണ് കേട്ടോ. ഒരുപാട് നടന്നിട്ടും എത്താത്ത രീതിയിലുള്ള ക്യൂ സിസ്റ്റം ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അധികം നേരം ക്യൂവിൽ നിൽക്കേണ്ടി ഒന്നും വന്നില്ല. പെട്ടെന്ന് നടന്ന് നീങ്ങുന്ന ക്യൂ ആയിരുന്നു. ദർശനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. നല്ല തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ക്ഷേത്രം മുഴുവൻ ഒന്ന് ചുറ്റി കാണാൻ പറ്റി. നല്ല മനോഹരമായി പണി കഴിച്ചിരിക്കുന്ന ഹാളുകളും, ഈ കാണുന്നതാണ് അന്നപ്രസാദമൊക്കെ വിതരണം ചെയ്യുന്ന ഹാള്. അന്നപ്രസാദത്തിന് വേണ്ടിയാണെങ്കിലും ഞങ്ങൾ ക്യൂ ഒന്നും നിന്നിട്ടേ ഇല്ല. നേരെ കയറി ചെല്ലുകയായിരുന്നു. ചെന്നിരുന്ന ഉടനെ ചോറും കറികളും ഒക്കെ വിളമ്പി. ഭഗവാന്റെ പ്രസാദമായതുകൊണ്ട് തന്നെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സൗദഡ്ക മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്ററാണ് യാത്ര വരുന്നത്. കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ ഇവിടെയും ഞങ്ങൾക്ക് കയറാൻ സാധിച്ചു. ഈ കാണുന്നതാണ് അവിടുത്തെ പ്രതിഷ്ഠ. കുറേ മരങ്ങളുടെയൊക്കെ ഇടയ്ക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ആണ്. ഇവിടുന്ന് ഒരു 2 മണി ആവുന്നതിന് മുന്നേ ഞങ്ങൾ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിച്ചിരുന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. പൊതുവെ നല്ല തിരക്കുള്ള അമ്പലമായതുകൊണ്ട് ഈ സമയത്ത് എത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യൂവിൽ നിന്ന് ദർശനം ചെയ്യാൻ സാധിക്കും. സുബ്രഹ്മണ്യ ടെമ്പിൾ എന്ന് പറഞ്ഞാലും ഇവിടെ ആളുകൾ എത്തുന്നത് നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കാനും നാഗദോഷങ്ങളൊക്കെ അകറ്റാനും ഒക്കെ ആയിട്ടാണ്. ഉച്ചയ്ക്ക് ശേഷം 3:30 ഇവിടെ നട തുറന്നത്. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ക്യൂവിൽ നിന്നിരുന്നത് കൊണ്ട് പെട്ടെന്ന് ദർശനമൊക്കെ കഴിഞ്ഞു. ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് 6:30 മംഗളൂരു എത്തി. അപ്പോൾ അടുത്ത പ്രാവശ്യം മാംഗ്ലൂർ പോകുമ്പോൾ ഈ വീഡിയോ സേവ് ആക്കി വെച്ച് ഇതുപോലെ പ്ലാൻ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ.